കുവൈത്തിൽ വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മംഗഫ് പ്രദേശത്തെ താമസ കെട്ടിടവും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളവും ഉൾപ്പെടെ ചില സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. വിവരങ്ങളുമായി സലീം കോട്ടയിൽ ചേരുന്നുണ്ട്. സലീം, കുവൈത്തിൽ ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ പൊതുവെ സ്ഥിതി ശാന്തമായിരുന്നു. ഇന്ന് അല്പം ഒരു ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആക്രമണങ്ങളൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹരി, കഴിഞ്ഞ ദിവസങ്ങളിലായി കുവൈത്തിൽ ആക്രമണ ശ്രമങ്ങൾ കുറവായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും വീണ്ടും വലിയ തോതിലാണ് ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് പുലർച്ചെ മംഗഫ് പ്രദേശത്തെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തെ ലക്ഷ്യമിട്ട് നടന്ന ഡ്രോൺ ആക്രമണ ശ്രമത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേരിൽ ഒരാളെ പിന്നീട് ഡിസ്ചാർജ് ചെയ്തതായി ആരോഗ്യ. ഡ്രോൺ ഇടിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തം അഗ്നിശമന സേന ഉടൻ നിയന്ത്രണ വിധേയമാക്കി. തുടർന്ന് സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. വിവരങ്ങൾക്ക് ഔദ്യോഗിക ഉറവിടങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ചില സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണത്തിനും ചെറിയ തടസ്സമുണ്ടായിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചതായി അധികൃതർ അറിയിച്ചു. നിലവിൽ വൈദ്യുതി ജല വിതരണ സംവിധാനങ്ങൾ സാധാരണ നിലയിൽ തുടരുന്നുവെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും ലക്ഷ്യമിട്ട് ഇന്ന് രാവിലെ ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായതായി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ ചില നാശനഷ്ടങ്ങൾ അറിയിച്ചു. വിമാനത്താവളത്തിലെ സുരക്ഷ ഉറപ്പാക്കുവാൻ ആവശ്യമായ എല്ലാ നടപടികളും തുടരുകയാണെന്നും അധികൃതർ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ നിലവിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പെരുന്നാൾ അവധിക്കാലത്ത് രാജ്യത്ത് വലിയ ഒത്തുചേരലുകൾക്ക് നിയന്ത്രണം. ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നാടകങ്ങൾ, സംഗീത പരിപാടികൾ, പാർട്ടികൾ ഉൾപ്പെടെയുള്ള പൊതുപരിപാടികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, രാജ്യത്തിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചതിനെ തുടർന്ന് യാത്ര തടസ്സപ്പെട്ട ഇന്ത്യൻ പൗരന്മാരുടെ സാഹചര്യം കുവൈത്ത് ഇന്ത്യൻ എംബസി വിലയിരുത്തി എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്ഥാനപതി പരമിത ത്രിപാഠി ജസീറ എയർവേസ് പ്രതിനിധികളുമായി വീഡിയോ കോൺഫറൻസിലൂടെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ആവശ്യമായ യാത്രാ സൗകര്യം ഒരുക്കണമെന്നും അംബാസിഡർ അഭ്യർത്ഥിച്ചു. ഹരി, ശരി. കുവൈത്തിൽ ഇന്ന് വീണ്ടും ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മംഗഫ് പ്രദേശത്തെ താമസ കെട്ടിടവും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളവും ഉൾപ്പെടെ ചില സ്ഥലങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. സലീം കോട്ടയിലാണ് വിവരങ്ങൾ നൽകിയത്.